ഈശോയ്ക്ക് മാതാവിന് നന്ദി പറയുന്നു. എൻ്റെ പേര് രഞ്ജു. ഞാൻ തിരുവനന്തപുരം നെയ്യാറ്റിൻകര എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വരുന്നത്. ഇതെൻ്റെ ഭർത്താവാണ്. 2 മക്കൾ. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് 2022 നവംബർ 18-ാം തീയതിയാണ്. ആദ്യത്തെ ഉടമ്പടി എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ മദ്യപാനത്തിന് വേണ്ടിയാണ് ഞാൻ വച്ചിരുന്നത്. 20 വർഷത്തോളം ഉണ്ടായിരുന്ന മദ്യപാനമാണ്. ഇവിടെ വന്ന് ഉടമ്പടി വച്ച് ഏകദേശം 2-3 ആഴ്ചക്കകത്ത് തന്നെ മദ്യപാനം പൂർണ്ണമായി നിർത്തി. വീട്ടിലെന്നും പ്രശ്നവും എന്നും വഴക്കും അടികളുമായിരുന്നു. പക്ഷേ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചതിന് മുഖാന്തരം പൂർണ്ണമായിട്ടും മദ്യപാനം എടുത്തു മാറ്റി. രണ്ടാമത് ഉടമ്പടി വച്ചിരുന്നത് എൻ്റെ ഒരു 18 സെൻറ്റ് വസ്തു വിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പൂർണ്ണമായിട്ടും തകർന്ന് നമ്മൾ നിന്ന് കടവും കയറി. ഒരു കാരണവശാലും വിൽക്കാൻ പറ്റില്ല. അടുത്തുള്ള അയൽക്കാർ തന്നെ വേണവരെ എല്ലാം തട്ടി മാറ്റിക്കൊണ്ടിരുന്നു. ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി പുതുക്കി വിട്ടതിൻ്റെ ഫലമായിട്ട് ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുവന്ന് ഉപ്പ് അവിടെ വിളയിൽ കൊണ്ടുവന്ന് ഇടുകയും വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് വസ്തു വിറ്റ് പോവുകയും കടങ്ങളെല്ലാം തീർക്കാൻ പറ്റുകയും ചെയ്തു. മൂന്നാമത് വച്ചിരുന്നത് ഒരു കുഞ്ഞു വാവയ്ക്ക് വേണ്ടിയാണ്. രണ്ടാമത് മോന് 10 വയസ്സായിട്ട് ഒരു വാവ കിട്ടാൻ ഇതായിരുന്നു. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് കുറേ ചികിത്സകളൊക്കെ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞ് PCODയുടെ പ്രശ്നമുണ്ട്, കരളിനും ചെറിയ പ്രശ്നമുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. അപ്പം PCOD പൂർണ്ണമായിട്ട് മാറൂല, ഗർഭപാത്രത്തിൻ്റെ അകത്ത് ക്ലീൻ ചെയ്യണമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഡോക്ടർ. ക്ലീൻ ചെയ്യാതെ ഒരിക്കലും കുഞ്ഞ് കിട്ടൂല എന്ന് പറഞ്ഞിരുന്നത്. ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ എനിക്ക് തൈലം ഇട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് രണ്ടാമതൊരു കുഞ്ഞുവാവ കൂടെ ജനിച്ചു. എനിക്കൊരു വണ്ടിയുണ്ട്. ആ വണ്ടി CC അടഞ്ഞു. പക്ഷേ അതിൻ്റെ ബൗൺസിങ് ചാർജ് എന്ന് പറഞ്ഞുകൊണ്ട് 20,000 രൂപ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അടയ്ക്കാൻ പാടില്ലാതെ ഞാൻ ഇവിടെ മാതാവിൻ്റെ അടുത്ത് വന്നിരുന്ന് കരഞ്ഞ്. ഇവിടെ നിന്ന് ഇറങ്ങണതിന് മുമ്പേ തന്നെ അവിടെ നിന്നൊരു കോള് വന്നു, നീ നാളെ രാവിലെ ഒരു 550 രൂപ അടച്ചാൽ നിൻ്റെ വണ്ടിയുടെ പൈസ പൂർണ്ണമായിട്ടും എടുത്ത് മാറ്റുക, വണ്ടിയുടെ ബുക്കും പേപ്പറും വീട്ടിൽ വരും എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ്. ഞാൻ അത് പ്രകാരം 550 രൂപ അടച്ചു. എന്നിട്ട് ഞാൻ അമ്മയുടെ അടുത്ത് പറയണം, അമ്മ വരുമോയെന്ന് അറിഞ്ഞുകൂടാ, ചുമ്മാ ഇത് പറ്റിപ്പലാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ മാധവ് അതിൻ്റെ ഇടയിൽ കയറി പ്രവർത്തിച്ച് ആ വണ്ടിയുടെ ബുക്കും പേപ്പറും ഒരാഴ്ചക്കകത്ത് തന്നെ വീട്ടിൽ വരികയും അതിപ്പോൾ വണ്ടി എൻ്റെ പേരിലാവുകയും ചെയ്തു. ഇത്രയും അനുഗ്രഹം ചെയ്ത മാതാവിന് കോടാനുകോടി നന്ദി. പിന്നെ കാരുണ്യ പ്രവർത്തികളെന്ന് വെച്ചാൽ ഞാൻ ആശുപത്രിയിൽ ചോറ് കൊണ്ട് കൊടുക്കുമായിരുന്നു. മാസം തോറും കൊടുക്കും ആശുപത്രിയിൽ ചോറ്. പിന്നെ ഈ പാവപ്പെട്ട റോഡുകളിലൊക്കെ ഇരിക്കണവർ എന്നെ കണ്ട് പൈസ ചോദിക്കുമ്പോൾ ഞാൻ പൈസയായിട്ടൊന്നും കൊടുക്കൂല. അതിന് പകരം ഹോട്ടലിൽ പോയി ആഹാരം വാങ്ങിച്ചുകൊണ്ടൊന്ന് കൊടുക്കുമായിരുന്നു. പിന്നെ വീട്ടിൽ വരും, ഇഷ്ടം പോലെ വരും. അവർക്ക് അരി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹം ചെയ്ത മാതാവിന് ഉണ്ണീശയ്ക്ക് 1000 നന്ദി അർപ്പിക്കുന്നു.